എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 4-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റും വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും ഈ മാസം 30-ന് മുമ്പ് നൽകണം എന്ന് പറഞ്ഞപ്പോൾ പല ആളുകൾക്കും പല സംശയങ്ങളാണ്. പല ആളുകളും പഞ്ചായത്തിൽ വിളിച്ച് ചോദിക്കുന്നു, മെമ്പറോട് ചോദിക്കുന്നു. അപ്പോൾ അവർക്കൊന്നും ഇത് അറിയില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ രണ്ട് കാര്യവും പെട്ടെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടതല്ല, മുമ്പുണ്ടായിരുന്നത് സമയം ദീർഘിപ്പിച്ച് നൽകിയതാണ്. 2019 ഡിസംബർ 31-ന് മുമ്പ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 2019 ഡിസംബർ 31-ന് മുമ്പ് ക്ഷേമ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകൾക്കാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടി 2 വർഷം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നത്. അതിനുശേഷം ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾക്കാണ് ഈ ജൂൺ 30-ന് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഇതിനുശേഷം ഇത് ആവശ്യപ്പെട്ടതിന് ശേഷം ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവർ ഇപ്പോൾ ഇത് നൽകേണ്ടതില്ല. അതുപോലെ 2020 ജനുവരിക്ക് ശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവരും ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് മാർച്ച് 31 വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത്. മിക്കവാറും ആളുകളെല്ലാം അതിനു മുമ്പ് നൽകിയിട്ടുള്ളവരാണ്. ഇനിയും നൽകാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ മാത്രമാണ് ജൂൺ 30-ന് മുമ്പ് നൽകേണ്ടത്. അപ്പോൾ പല ആളുകളും ഇതെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ നൽകാത്തവർ മാത്രമാണ് ഇത് നൽകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ മാസത്തെ ക്ഷേമ പെൻഷൻ, അതായത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി 25-ാം തീയതിക്കായിട്ട് വരുന്നതാണ്. 23-ന് കടമെടുപ്പുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ബജറ്റ് ഉണ്ട്. 19-ാം തീയതിയാണ് ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ പെൻഷൻ വർധനവ് ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. 3000-ലേക്ക് എത്തിക്കും എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ എത്ര രൂപയാണ് കൂട്ടുന്നത് എന്ന് കാത്തിരിക്കാം. 100 200 വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ ഈ മാസം അവസാനം കിട്ടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 1 മാസത്തേതായിരിക്കും എന്നുള്ളതാണ് വിവരം. കുടിശ്ശിക എന്ന് ലഭിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്ത് 15 വർഷത്തിന് ശേഷം ഒരു സെൻസസ് നടക്കാൻ വേണ്ടി പോവുകയാണ്. 2027 സെൻസസിൽ പുതുമകൾ ഏറെയുണ്ട്. വീടിന്റെ വിവരങ്ങൾ പ്രത്യേകം പോർട്ടലിൽ വീട്ടുകാർക്ക് സ്വയം ചേർക്കാനുള്ള അവസരമാണ് ഇതിൽ പ്രധാന സവിശേഷത. സ്മാർട്ട് ഫോണുകളിലൂടെ വിവരശേഖരണം നടത്തുന്ന ആദ്യ ഡിജിറ്റൽ സെൻസസ് ആയതിനാൽ എനിമിനേറ്റർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവർ കുടുങ്ങും. എനിമിനേറ്ററുടെ ഫോണിലെ QR കോഡ് സ്കാൻ ചെയ്ത് തട്ടിപ്പില്ലെന്ന് ജനങ്ങൾക്ക് ഉറപ്പിക്കാനാകും. ബാങ്ക് അക്കൗണ്ട് OTP വിവരങ്ങൾ ഈ സെൻസസിന് യാതൊരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥനും നൽകേണ്ടതില്ല എന്ന് പൊതുജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. 2 ഘട്ടമായിട്ടാണ് സെൻസസ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടിന്റെ കണക്കെടുപ്പും 2-ാം ഘട്ടത്തിൽ ജനസംഖ്യ കണക്കെടുപ്പുമാണ്. കേരളത്തിൽ 16 മുതൽ 30 വരെ വീടിന്റെ വിവരങ്ങൾ പോർട്ടലിലൂടെ സ്വയം സമർപ്പിക്കാൻ അവസരമുണ്ട്. ജൂലൈ 1 മുതൽ 30 വരെ എനിമിനേറ്റർമാർ നേരിട്ട് വീടുകളിലെത്തി കണക്കെടുക്കും. വീട്ടുകാരുടെ ആരുടെയെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് SCcensus.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം സംസ്ഥാനം തിരഞ്ഞെടുത്ത് വീട് നിൽക്കുന്ന സ്ഥലം കണ്ടെത്തി സൈറ്റിൽ 33 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഇങ്ങനെ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID SCID വീട്ടിൽ വരുന്ന എന്യൂമറേറ്റർക്ക് കൈമാറണം. അദ്ദേഹം വിവരങ്ങൾ പരിശോധിച്ച് കൃത്യമാക്കും. 15 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും സ്വയം വിവരങ്ങൾ നൽകാം. അതേസമയം സെൽഫ് എന്യൂമറേഷൻ നിർബന്ധമില്ല. എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ ഈ 33 ചോദ്യങ്ങളുടെ വിവരങ്ങൾ അപ്പോൾ നൽകിയാലും മതി. വീട്ടു നമ്പർ, വീടിന്റെ മേൽക്കൂര കോൺക്രീറ്റ് ആണോ ഓടാണോ, തറ മൊസൈക്ക് ആണോ മാർബിൾ ആണോ, ഭക്ഷണരീതി, വാഹനങ്ങൾ, വീട്ടിലെ അംഗങ്ങൾ, ഗൃഹനാഥിന്റെ വിവരങ്ങൾ, വിവാഹിതർ, പാചകവാതക കണക്ഷൻ, ടെലിവിഷൻ, മൊബൈൽ ഫോൺ നമ്പർ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇംഗ്ലീഷും മലയാളം അടക്കമുള്ള 16 ഭാഷകളിലും വിവരങ്ങൾ നൽകാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ മാർച്ച് 1 മുതലാണ് ജനസംഖ്യ കണക്കെടുപ്പ്.
ജനസംഖ്യ, സാമൂഹിക അവസ്ഥ, വിദ്യാഭ്യാസം, കുടിയേറ്റം, ജാതി തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടി അടുത്ത ഫെബ്രുവരിയിൽ തുടങ്ങും. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 2027 മാർച്ച് മുതൽ രാജ്യത്താകെ പുതിയ സെൻസസ് പ്രാബല്യത്തിൽ വരും. 2011 സെൻസസ് പ്രകാരമാണ് നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തെ പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലേക്ക് വിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് സ്കൂളുകളിലേക്ക് കുട്ടികളെ ബസ്സിൽ തന്നെ അയക്കണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. കുട്ടികളെ ഓട്ടോകളിൽ സ്കൂളിലേക്ക് അയക്കുന്നത് ഒഴിവാക്കണമെന്നും ഓട്ടോറിക്ഷകളിൽ പരിധിയിൽ കൂടുതൽ കുട്ടികളെ കയറ്റരുത് എന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പോയ ഓട്ടോയിൽ നിന്നും കുട്ടി പുറത്തേക്ക് തെറിച്ചു വീണ് അപകടമുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ അറിയിപ്പ്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ആരംഭം കുറിച്ചു എന്നാണ് വിവരം. ഇന്നും തുടർന്നുള്ള 5 ദിവസവും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമാണ്. 5-ാം തീയതി തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ യെല്ലോ അലർട്ടും തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലർട്ടുമാണ്. 6-ാം തീയതി കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. 7-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.